ജോൺ ബ്രിട്ടാസ് എയറിലേക്ക് പോയിട്ട് താഴെ ഇറങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എയറിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പുള്ളി ഇങ്ങനെ താഴോട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട്, പിന്നെയും എയറിലോട്ട് പോകുന്നുണ്ട്. കാരണം ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട് ചൈനയെ പൊക്കി പറഞ്ഞുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിൻ്റെ ബജറ്റ് കഴിഞ്ഞതിന് ശേഷം അവലോകന പ്രസംഗത്തിൽ നടത്തിയത്. അദ്ദേഹം ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് കുംഭമേളയിൽ മുങ്ങുന്നതിനെയും കുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ സംസാരിച്ചപ്പോൾ മുതലേ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്തുകയും ക്രിസ്തീയ ആരാധന പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്ത് മതവിശ്വാസിയായി ജീവിക്കുന്ന ഒരാളാണ് കുംഭമേളയെ കുറ്റം പറയുന്നത് എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ടാമത്തത്, ചൈന AI തിരമാലകൾ ഉണ്ടാക്കുന്ന കാലത്താണ് ഇന്ത്യയിൽ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ബ്രിട്ടാസിന് കൃത്യമായ മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ കുംഭമേളയും നടത്തും, അതുപോലെ തന്നെ വാക്സിനും കണ്ടുപിടിക്കും, അതുപോലെ ഈ പറയുന്ന പോലെ UPI GPay പോലുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കും. എന്തായാലും കൊറോണ ഉണ്ടാക്കി തുറന്നു വിടുന്ന പരിപാടി ഇല്ല എന്നുള്ളത് തന്നെ സോഷ്യൽ മീഡിയ ബ്രിട്ടാസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബ്രിട്ടാസിന് ആവശ്യമുള്ള പണിയെടുത്താൽ പോരായിരുന്നു. നല്ല വിമർശനങ്ങളൊക്കെ പറ്റും, പക്ഷേ ഇത് വേണമായിരുന്നു, അമിതമായ ചൈന സ്നേഹം.